സിനിമാ നടി ശോഭന ആരാ? സിനിമാ നടി ശോഭന ആരാ? പണ്ടൊരു മാഷൊരു ചോദ്യം ചോദിച്ചു, വാൽമീകി രാമായണം എഴുതിയത് ആരാണെന്ന്. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വാൽമീകി അല്ലേ? അപ്പം എൻ്റെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്ന് വരികയല്ലേ? സിനിമാ നടി ശോഭന ആരാ? ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് സിനിമാ നടി എന്നാ മനസ്സിലാക്കിയത്. അത് സാധാരണ സിനിമാ നടിയല്ല. പേരെടുത്ത സിനിമാ നടി എവിടെ? തെലുങ്കില്, കർണാടകത്തില്, കേരളത്തില്, തമിഴ്നാട്ടില്. മണിച്ചിത്രത്താഴൊന്നും മറക്കാൻ കഴിയില്ല. അവരൊരു ദിവസം പറയണം മമ്മൂട്ടിയുടെ ഇന്ന സിനിമയിലെ ആ വേഷം അത്ര നന്നായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. കാരണം നടനത്തെക്കുറിച്ചും നാട്യത്തെക്കുറിച്ചും ആഹാര്യമാകട്ടെ ശാരീരികമാകട്ടെ എല്ലാം അവർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ അവർക്ക് പറയാം. പക്ഷേ ഇപ്പോൾ ഒരാവശ്യമില്ലാതെ സ്റ്റേജിൽ കയറി വന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇത് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ മോഹൻലാലുണ്ട്. ഇടക്കാലത്ത് പറയും മോഹൻലാൽ സംഘിയാണെന്ന് പറയും, ചിലപ്പോൾ പറയും അങ്ങനെ കമ്മിയാണെന്ന് പറയും, ചിലപ്പോൾ പറയും അങ്ങനെ വെറും നായർ സ്വഭാവം മാത്രമുള്ള ഒരാളാണെന്ന് പറയും, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഏതായാലും മോഹൻലാൽ ഇതുവരെ കൃത്യമായിട്ട് പിടികൊടുത്തിട്ടില്ല ആരാണെന്ന്. അതൊരു ബുദ്ധിയാണത്, ഒരു സർക്കസ് കളിയാണത്. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയാണെന്നറിയില്ല. ഈ വശത്ത് കൂടെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നത് കാണാം, ഈ വശത്ത് കൂടെ നോക്കിയാൽ കരയുന്നത് കാണാം. അങ്ങനെ അതുപോലെ ഈ വശത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ BJP, ഈ വശത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. അതാണ് ബുദ്ധി. ശോഭനയ്ക്ക് ആ ബുദ്ധി ഉണ്ടായില്ല. കാരണം എന്താണ്? രാഷ്ട്രീയ ബോധം ഇല്ല. ഇവരവിടെ വിളിക്കുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ തന്നെ സ്ഥിരമാക്കിയിട്ടുള്ള ഒരു നടൻ്റെ ഭാര്യ, രണ്ടുപേരും തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത്. തൃശ്ശൂർ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് എതിർത്ത് പറയാൻ പോയില്ല. അങ്ങനെ സ്റ്റേജിൽ നിന്നുള്ള പരിചയമില്ല കേട്ടോ. അല്ലാതൊരു കുഴപ്പമില്ല, വെറുതെ നിന്നാൽ മതിയല്ല, വേണ്ട കേട്ടോ, അല്ല വേണ്ട, അവർ പോയി. അങ്ങനെയാണ് പൈസയും കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ശോഭനെ ആര് വിളിച്ചാലും പോകും. അവർക്കൊരു എമൗണ്ട് ഉണ്ട്, അത് കൊടുത്താൽ വിളിച്ചാൽ പോകും. അവിടെ പോയിട്ട് എന്താ പറയണ്ടത് അത് എഴുതി കൊടുത്താൽ അത് അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ്ടായത്? ദീപസ്തംഭം മഹാശ്ചര്യം, അത്രമാത്രം തന്നെയുള്ളൂ. ഇനി നാളെ കോൺഗ്രസ്സുകാരെ വിളിച്ച് അവിടെ പോവും. കമ്മ്യൂണിസ്റ്റുകാരെ ഏതോ കേരളീയം പരിപാടിക്ക് അതിനും പോയിട്ടുണ്ട്. അതിനിപ്പോൾ പറയുന്നത് ചേട്ടോ അവർ എല്ലാത്തിനും സഹകരണമൊന്നുമല്ല. അവിടെ നോക്കി ഇവിടുന്ന് നോക്കിയാൽ തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശ്ശൂരിലെ പരിപാടി, ആ വേദിയിൽ പ്രസംഗിച്ചു ഈ ശോഭന. എനിക്കിത്രയും പറയാനുള്ളൂ. അവരുടെ രാഷ്ട്രീയ പ്രസംഗം ഉണ്ടാവണമെന്നില്ല, രാഷ്ട്രീയക്കാർ പ്രസംഗിച്ചോളണമെന്നൊന്നുമില്ല. അവർക്ക് രാഷ്ട്രീയമായിട്ട് ചിന്താ പദ്ധതികളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അതും ആയിക്കോട്ടെ. പക്ഷേ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ട് വഞ്ചിയിൽ കാലിട്ട് പോകരുത്. അവർ നല്ലൊരു നടിയാണ്, സിനിമാ നടിയാണ്, ഡാൻസറാണ്, പാരമ്പര്യമുണ്ട്. ലളിത രാഗിണി പത്നി അവരുടെ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഡാൻസേഴ്സിൻ്റെ ഒപ്പമാണ് അവർ ഡാൻസ് പഠിച്ചത്. പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഒക്കെ ഡാൻസ് പഠിച്ചത്. ആ പാരമ്പര്യമൊക്കെ അവർക്കുണ്ട്. ആ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിന്നിരുന്നത് ശോഭന. ആരാ ശോഭന?
തുടക്കം പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, സിനിമാ നടിയാണ്. പെട്ടെന്ന് നമ്മളോട് ഒരാൾ എന്ന് പറയാം, അതേ ശോഭന എവിടെ നിൽക്കേണ്ടത്, പക്ഷെ അതെയോ ഒന്ന് കാണണമല്ലോ. എന്താ കാരണം? സിനിമാ നടിയാണ്. അതങ്ങനെയാണ്. ശോഭന പറയുമ്പോൾ നമ്മൾ മനസ്സിലാദ്യം കയറി വരുന്ന രൂപം അതാണ്. പക്ഷെ ഒരിക്കൽ പോലും നിർമ്മല സീതാരാമൻ്റെയോ ശൈലജ ടീച്ചറുടെ രൂപം കയറി വരാറില്ല. അല്ലെങ്കിൽ അവർ വഹിക്കുന്ന ഭാഗതയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയ രൂപം കയറി വരാറില്ല. ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു മാറ്റിച്ചവിട്ടൽ, കാല് മാറ്റി ചവിട്ടലായിരുന്നു അവർ ചെയ്തത്. ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കീറിയ മുഖപടമെടുത്ത് ഇവിടെ ഒട്ടിച്ചു. ഇവിടെ പഴയ സിനിമാ നടിയുടെയും. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്നത് കേരള സിനിമാ രംഗത്ത് ആവശ്യത്തിൽ ആരൊക്കെ സംസാരിച്ചുവോ പിന്നെ അവരവിടെ സാധാരണ കാണാറില്ല. അതിനൊരു ലോബി എന്തിനുണ്ടായിരിക്കാം. ഇപ്പം നടി പാർവതി എവിടെയാ? അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതായത് നരേന്ദ്രമോദിയുടെ സ്റ്റേജിൽ വന്ന് കയറി ആയിക്കോട്ടെ, BJP-ക്കാർ വന്ന് കയറിക്കോട്ടെ. നടി ശോഭന BJP-കാരിയാണോ? അവർ BJP-കാരിയാണി വന്ന് കയറിക്കോട്ടെ. ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് കയറി ആരെന്തെങ്കിലും വിമർശിച്ചൊന്നുമില്ല. കാരണം ഒരു BJP-കാരിയാ. ശോഭന സുരേന്ദ്രൻ പറയണം, ഇപ്പോഴുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് പറയണം, നിങ്ങളാരും വിമർശിച്ച് നിങ്ങളുടെ നാക്കിന് മറ്റേ ക്ഷീണം ഉണ്ടാക്കണ്ട, ഞാൻ BJP-കാരിയാണ്. പറയാൻ പറ്റുമോ? പറ്റുമോ? അതിനുള്ള ആണത്വം ശോഭനയ്ക്കുണ്ടോ? പെണ്ണത്വമല്ല, അതിനുള്ള ആണത്വം ശോഭനയ്ക്കുണ്ടോ? ഞാൻ സ്റ്റേജിൽ കയറി മോഡിയുടെ ഒപ്പം ഇരുന്നു, മോഡിയോട് സംസാരിച്ചു, മോഡിയുടെ കാര്യങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചു, ഞാനൊരു BJP-കാരിയാണ്. അത് പറയാൻ കഴിയില്ല. ആണ് രണ്ട് മുഖം എന്ന് പറഞ്ഞത്. വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വം, അതിനാണ് ഉറച്ചെന്ന് പ്രസംഗിച്ചത്. ആണ് വലിയൊരു കാര്യം എന്ന് പറഞ്ഞ് അതിന് നന്ദി എന്നൊക്കെയും പറഞ്ഞു. എഴുതിക്കൊണ്ടുന്ന കുറിപ്പിൻ്റെ ഉറപ്പ്, എഴുതിക്കൊണ്ടുവന്ന കുറിപ്പ് വായിച്ചിട്ടാണ് വേദിയിൽ ശോഭന സംസാരിച്ചത്. തലേദിവസം പറഞ്ഞു കൊടുത്ത പോലെ പിറ്റേ ദിവസം കുട്ടികൾ പറഞ്ഞു, അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ പോലെ ആ കുറിപ്പ് നോക്കി അവർ പറഞ്ഞു കൊടുത്ത പോലെ വായിച്ചു, അത്ര തന്നെ. ഇതൊക്കെ ആരെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? ആരാ നാറുന്നത്? ഇവരല്ലാണ്ട് ആരാ നാറുന്നത്? അവരവർ തന്നെ. ശോഭന ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആവശ്യമില്ലാതെ ചാണകക്കുഴിയിൽ ചാടി ഇനി ആ മണം പോവില്ല, ആരും അടുപ്പിക്കില്ല, സിനിമയും കുറേ നോക്കിക്കോളൂ. മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടുകൂടി കാണുന്നു. സ്ത്രീകളെ ദേവതമാരായിട്ട് ആരാധിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുമ്പോൾ ദേവതകൾ നിൽക്കണം കണ്ടിട്ടില്ല? അതിന് ചുറ്റും നഗ്നകളായിട്ട് കാമസൂത്ര പരിപാടികളൊക്കെയും നഗ്നകളായിട്ട് ലൈംഗിക വീഴ്ച സംഭവങ്ങൾ നടത്തുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ? അങ്ങനെയാണ് അപ്രകാരമാണ് സ്ത്രീകളെ ദേവതമാരാക്കിയിട്ടുള്ളത്. മണിപ്പൂരിൽ കണ്ടല്ലോ, മണിപ്പൂരിൽ ശോഭന കണ്ടല്ലോ, കാണാത്തവരാരും ഇല്ലല്ലോ. അതിൻ്റെ പടം പിടിച്ച് പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ ഭാഗം ഒരു പുകമറ പോലെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താ? കാണേണ്ടി വന്നേനല്ലേ? അതും 10-25 വയസ്സായ പെൺകുട്ടികൾ. ആയിക്കോട്ടെ, ഏതോ കശ്മലന്മാർ ചെയ്തു. ആ ചെയ്ത് തെറ്റായിരുന്നെന്ന് പറയാൻ ഇതുവരെ നാക്ക് പൊന്തിച്ചിട്ടില്ല മോഡിജി. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വനിതാ ബില്ലിൻ്റെ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തുന്നത്. ഒരു കുടുംബത്തിന് 10-12 പേരെ, ബാനു മുസ്ലിം പെൺകുട്ടി, ഇന്ന് അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല പലരും. അങ്ങനെ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ എന്തിനേറെ അവസാനം വനിതാ ഗുസ്തി കുട്ടികൾ, ആ വനിതാ അസോസിയേഷൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, പിടിച്ചവരെന്തെങ്കിലും ചെയ്തു കളയും.
എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളിലെ തെരുവിലേക്ക് ഇറക്കിയത്. അങ്ങനെ 16,000 കാര്യങ്ങളുണ്ട് പറയാൻ. അവരുടെ ഇപ്പൊ കേരളത്തിൽ നോക്കുക, കേരളത്തിൽ അവരുടെ ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. എത്ര പെണ്ണുങ്ങളുണ്ട്? പിന്നെ തേക്കുംകാട്ടിൽ ആൾക്കാർ വന്നത്, ആ തേക്കുംകാട്ടിൽ വന്ന ആൾക്കാരിൽ ഒരു 10% പേര് BJP വോട്ട് ചെയ്താൽ 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടുത്തെ കാൻഡിഡേറ്റ് ജയിക്കും. തൃശ്ശൂർ കാൻഡിഡേറ്റ് ആരാണ്? എല്ലാവരും ഇപ്പൊ പൊട്ടി വിളിച്ചിരിക്കുകയാണ്. അതൊന്നുമല്ല, തുഷാർ വെള്ളാപ്പള്ളിയാണ് കേട്ടോ. തൃശ്ശൂരിലെ കാൻഡിഡേറ്റ് തുഷാർ വെള്ളാപ്പള്ളി. തൽക്കാലം സുരേഷ് ഗോപിയുടെ പേരാണ് മനസ്സിലുള്ളത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് ആ കാര്യം മോഡിജി പരസ്യമായിട്ട് പറയാതിരുന്നത്. കാരണം നോട്ട് യെറ്റ് കൺഫേംഡ്, ആരാണ് കാൻഡിഡേറ്റ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ട് പോലില്ല. ഒരു കാര്യം ഉറപ്പാണ്, തൃശ്ശൂരിൽ നിന്ന് പിടിച്ച് തട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിനകത്ത് തന്നെ അടിയല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെയാണ്. എന്തിനേറെ മിന്നുമണി എന്ന് പറഞ്ഞ കുട്ടി അവിടെ നടുവിൽ കയറി വന്നിരുന്നു. ഒന്ന് ചിരിക്കുകയോ ഒന്ന് കരയുകയോ ഒന്ന് ആശ്ചര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കൃത്യമായിട്ട് അവിടെ നിന്ന്. തൃശ്ശൂര് തേങ്ങാട്ടിലുള്ള മറ്റേ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിമ നിൽക്കേണ്ട പോലെ മിന്നുമണിയെ കുറ്റം പറയില്ല, അതിനിതൊന്നും അറിയില്ലല്ലോ. കുറെ ആൾക്കാർ അയ്യോ പലരും ചോദിച്ചു ഇത് ഈ കുട്ടി ഏതാ എന്ന്. ആരും അറിയില്ല. ടെൻഡുൽക്കർ അറിയും, പക്ഷേ ഈ കുട്ടി ആരും അറിയില്ല. എന്തിനാ അവരവിടെ കൊണ്ടിരുത്തിയെന്ന് അറിയില്ല. പിണറായി വിജയനെ തെറി പറഞ്ഞു എന്നുള്ള ക്വാളിറ്റിയുമായിട്ട് മറ്റേ ക്വാളിഫിക്കേഷൻ അതാണ്. അതുമായിട്ടൊരു മറിയൂക്കുട്ടിയെ കൊണ്ട് അവിടെ ഇരുത്തി. മറിയൂക്കുട്ടി കേരളം മുഴുവൻ കിടന്ന് അയ്യോ പൊത്തോന്ന് നിലവിളിച്ചാലും ഒരു വോട്ട് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അത് പോട്ടെ, സ്ത്രീകളോടൊക്കെയുള്ള കേരളത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ, നമ്മളുടെ റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും പിന്നെ മറ്റേ CR7 അതെ കാർലോസ് ആൽബർട്ടോ, അത് മറ്റേ CR7 എന്ന് പറയും, ക്രിസ്ത്യൻ റൊണാൾഡോ. യെസ്, ക്രിസ്ത്യൻ റൊണാൾഡോ. ഇവരൊക്കെ ഇട്ട് പന്ത് തട്ടുന്ന പോലെയല്ലേ ഇവിടെ ഇട്ട് തട്ടുന്നത്. അപ്പം ഇതൊന്നും അറിയില്ല എന്നുള്ള സത്യം. അത് കൊടുത്തത് എഴുതി വായിച്ചു. പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ശോഭനയ്ക്ക് കുറേ ആരാധകന്മാരുണ്ട്. അപ്പം അവർ ശോഭന BJP ചേർന്നു അത്രേ എന്ന് പറയാൻ ഇടവരുത്തേണ്ട ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഇവരനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. തേക്കിൻകാട് മൈതാനത്തിൽ നടന്ന മഹിളാ സമ്മേളനത്തെ സ്ത്രീ ശക്തി മോഡിക്കൊപ്പം അതിനവിടെ പരിപാടി നടത്തിയിട്ടുള്ളത്. അത് ശോഭന മാത്രമല്ല, വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആണ് മറിയക്കുട്ടിയുടെ കാര്യം പറഞ്ഞത്. ഏതായാലും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ അഭയ, ആ കുട്ടിയുടെ പേര് പുറത്തു വന്നിട്ടില്ല എപ്പോഴും, അഭയ അവിടുന്ന് തുടങ്ങുകയാണ് പെൺകുട്ടികളുടെ മേലെയുള്ള കടന്നാക്രമണം. ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെയും കൃത്യമായിട്ട് എഴുതിയിട്ടാണ് വിമർശിച്ചുള്ളതാണ്ട് വെറുതെ വിമർശിച്ചതൊന്നുമല്ല. ആരുപോലും ഇവരെക്കുറിച്ച് ഇപ്പോൾ നല്ലത് പറയുന്നില്ല, വിമർശനങ്ങളേ ഉള്ളൂ. ഇതിപ്പോ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്. സെലിബ്രിറ്റികൾ ഒരു കട ഓപ്പൺ ചെയ്യാൻ പോയാലും ഒരു പ്രസംഗവേദിയിലേക്ക് അവരെ ആനയിച്ചു കൊടുത്താലും അവരത് ക്വാളിറ്റി കണക്കാക്കിയിട്ടാണ് പൈസ വാങ്ങിക്കുക. ഇനി നാളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ പിണറായി വിജയനെ പുകഴ്ത്താൻ, മറ്റന്നാളെ കോൺഗ്രസിന്റെ വേദിയിൽ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്താൻ അവർ പോകും. അവർ ഡ്യൂട്ടിയാണത്. 5 ലക്ഷം രൂപ മിനിമം കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാർജും മറ്റുള്ള കാര്യങ്ങളും. ഇവിടെ വന്നാൽ കെട്ടിയൊരുങ്ങാനുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിലുള്ള റൂമും. പിന്നെ കൂട്ടത്തിൽ അവർ മാത്രമല്ല വരിക. രാഷ്ട്രീയ ബോധങ്ങളൊന്നുമില്ല. എഴുതി കൊടുത്ത് അവരിരുന്ന് വായിച്ചു, അത്രമാത്രം ചെയ്തത്. അവർക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നൽകിയാൽ അവർ ഏത് വേദിയിൽ വന്ന് എന്തും പറയും. അത്രയേ ഉള്ളൂ. ഏതായാലും ഒരു രംഗത്ത് വിജയിച്ച് നിൽക്കുന്ന ഒരാൾ മറ്റൊരു രംഗത്ത് പോയിട്ട് പരാജയപ്പെടേണ്ടതില്ല.
അതൊരു മൗഢ്യമാണ്. അതിൻ്റെ സാധാരണ മലയാളത്തിൽ എന്താ പറയുക? കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു, ആകാശത്തുള്ളതിനെ പിടിക്കാനും പറ്റിയില്ല. ഈ അവസ്ഥയിലാണ് ഇനി ശോഭന എത്തിപ്പെടാൻ പോകുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, സിനിമാക്കാർ തന്നെ അവരെ അപ്പുറത്ത് ഇവിടുന്ന് മാറി എന്ന് പറയും. ചാണകം മണക്കട്ടെ കേട്ടോ, ചാണകം മണക്കട്ടെ എന്ന്. ഒരിക്കൽ ചാണകക്കുഴി ജോടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കുട്ടിക്കൂറ പൗഡർ ഇട്ടാലും ലക്സ് സോപ്പിട്ട് തേച്ച് കുളിച്ചാലും അതിൻ്റെ നിറം മാറില്ലാട്ടാ ശോഭന ചേച്ചി. അനുഭവിച്ചോ. നമസ്കാരം. ആവശ്യമില്ലാതെ ചെയ്ത പണിയല്ലേ.